ഹായ് സുന്ദരീസ്, എനിക്ക് എപ്പോഴും ഇങ്ങനെ കുനുകുനേന്നുള്ള സാധനങ്ങൾ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഇതാ ഈ ഒരു സ്റ്റാർ ഫിഷിന്റെ ഷേപ്പിലുള്ള കമ്മലാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ ഈ അടുത്ത കാലം ബീച്ചിൽ പോകുന്നു വിചാരിക്കണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിട്ടിട്ട് പോകാം. നൈസ് അല്ലേ? പിന്നെ ഇതാ കണ്ടോ, ഇത് നല്ല രസമായിട്ടുള്ള ബ്രാ സ്ട്രാപ്പ് ആണ്. അപ്പൊ നമ്മൾ പാർട്ടി വെയറിന് എന്തെങ്കിലും സ്ട്രാപ്ലെസ് ഡ്രസ് ഒക്കെ ഇടുമ്പോൾ ബ്രായിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. കാഷ്വൽ വെയറിനാണെങ്കിൽ ഇതാ ഈ ഒരു ലവ് ബ്രാ സ്ട്രാപ്പ് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇത് ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി മേടിച്ചതാണ്. ഇതൊരു ബ്രഷ് ഹോൾഡർ ആണ് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബ്രഷ് ഹോൾഡർ ആണ്. ഇതും അതെ കേട്ടോ. ഞാൻ എല്ലാ സെയിലുള്ള സമയത്ത് നോക്കി മേടിച്ചതാണ് കേട്ടോ. ഇത് കൊള്ളാലോ, ടിൻഡഡ് ഗ്ലാസ് ആണ് കേട്ടോ. എനിക്ക് ഷേപ്പ് ചേരുന്നുണ്ടോ എന്ന് അറിയില്ല. റെക്ടാംഗുലർ ഷേപ്പ് ആണ്, കൊഞ്ചം ഓവറാ ഇരിക്കുതാ. സാരില്ല, കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ ക്യൂട്ട് ആയിട്ടുള്ള രണ്ട് ഹാർട്ട് ഷേപ്പ് കമ്മലാണ്. എനിക്ക് കുട്ടിക്ക് വേണ്ടിട്ട്. പിന്നെ ഇത് എന്തായിരുന്നു, സേ ഹായ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മിറർ ആണ്, രസമായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഗുവാഷ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല. നമ്മുടെ ജോലൈനൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും പൊട്ടി പോകാൻ വരെ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് ഷാർപ്പ് ആയിട്ടുള്ളതാണ്. വെറുതെ ആയിപ്പോയി മേടിച്ച് ഫ്ലോപ്പ്. ഓഫ്, നല്ല രസമായിട്ടുള്ള നെക്ലസും കമ്മലും ആണ് കേട്ടോ. ഇതൊരിടയ്ക്ക് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ദീപിക പടുക്കോൺ ഇട്ടിട്ടുള്ള ആ ഒരു മോഡലില്ലേ, ഇതാണ് റെഡ്. നല്ല രസമായിട്ടുണ്ട്. ഓ, ഇതെന്തിനാ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുണ്ടോ, ഇതാ രണ്ട് ഫോൺ കവർ, അതേപോലെ തന്നെ ഈ ഒരു ചെയിനും ഉണ്ട്. ചെയിൻ വേറെ മേടിച്ചതാണ് കേട്ടോ. നമുക്ക് ഫോണിലൊന്ന് ഇട്ട് നോക്കിയാലോ. ഈ ഫോട്ടോ വെച്ചിട്ട് ഇടാം കേട്ടോ, കുറച്ചുകൂടി രസമായിട്ടുണ്ടോ. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെക്കാളും നല്ലത് ഇത് തന്നെയായിരുന്നു അല്ലെ. ഈ ക്ലിപ്സ് ആണ്. നമ്മള് മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ സെക്ഷൻസ് ആക്കണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു സെറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ചെറിയ ബാഗ് ഇതുണ്ടല്ലോ. ഞാൻ എത്ര തുറക്കാൻ നോക്കിയിട്ടും തുറക്കാൻ പറ്റുന്നില്ല. തുറന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇടാൻ പറ്റില്ല. തുറക്കാൻ പറ്റും കേട്ടോ. ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇടാം, അത്രേ ഉള്ളൂ. ഈ ചെയിൻ നമുക്ക് രണ്ടും മാറ്റാവുന്നതാണ്. ഈ ഒരു ബാഗ് അടുത്തെങ്ങാനും ഗോവയിൽ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോ ഇടാം. പിന്നെതാ അടുത്തൊരു തോൾ സഞ്ചി പോലത്തെ ഒരു ബാഗ് കേട്ടോ. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. ഇതിന്റെ റെഡും വൈറ്റും ആയിരുന്നു ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു വെറൈറ്റിക്ക് ബ്ലൂ മേടിച്ചു. ഓ, ടീഷർട്ട് ആയിട്ട് നല്ല മാച്ചിങ് ആണല്ലേ. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ബോ ബാഗ് ആണ്. ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളു കേട്ടോ. ക്യൂട്ട്. പിന്നെ ഇതാ ഈ ഒരു ട്രാവൽ മേക്കപ്പ് പൗച്ച് ഉണ്ട്. ഓ, ഇതില് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളു കേട്ടോ. ഇതെന്റെ ഇമ്മക്കുട്ടിക്ക് നല്ലോണം ഇഷ്ടപ്പെടുക. നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള സ്ട്രോബെറി ബാഗാണ്. എനിക്ക് അറിയില്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഇടുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മേടിക്കാൻ തോന്നും. പ്രോഡക്ട്സ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ.